നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചെടി വിശേഷങ്ങളുമായി ഞാൻ ശക്തി. 8848296441 ഇതിൻ്റെ മൊബൈൽ നമ്പർ. സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെറൈറ്റി അഗ്ലോണിമകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിന്ന്. ഓരോ ചെടിയും കണ്ടുപോകുന്നതോടൊപ്പം തന്നെ പലപ്പോഴായി വന്നിട്ടുള്ള സംശയങ്ങൾക്ക് ഉത്തരം കൂടി പറഞ്ഞ് നമുക്ക് തുടങ്ങാം. പൊതുവെ ഇപ്പോൾ മഴക്കാലമാണല്ലോ, അതുകൊണ്ട് തന്നെ അഗ്ലോണിമയ്ക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വളം കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതുമൊക്കെ ഒരല്പം ശ്രദ്ധാപൂർവം ആകേണ്ടതാണ്. വളവും വെള്ളവും ഒരു ദിവസം തന്നെ കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതെങ്ങനെയെന്നാൽ സാധാരണയായിട്ട് 19-19 ഗ്രീൻ കെയർ, നാനോ DAP ഇതൊക്കെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ വളം കുറഞ്ഞ അളവിലെടുത്ത് വെള്ളം 4 ഇരട്ടിയായി എടുത്ത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് രണ്ടാണ് ഗുണം. ചെടിക്ക് ആവശ്യമായ വെള്ളവും കിട്ടും, എന്നാൽ അതോടൊപ്പം തന്നെ വളവും കിട്ടും. ഓർക്കുക, വളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ രാസവളമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. അടുത്തൊരു സംശയം, അഗ്ലോണിമയ്ക്ക് പൂ വരുന്നു എന്നത്. അത് സാധാരണമാണ്. ഇതൊരു ഇലച്ചെടിയാണ്. എന്നിരുന്നാലും നമ്മുടെ ചെടി മെച്ചറായി എന്നതിൻ്റെ തെളിവാണ് ആ ചെടിക്ക് പൂ വരുന്നത്. അങ്ങനെ കണ്ടാൽ ആ പൂവ് ഇറുത്ത് കളഞ്ഞ ശേഷം അവിടെ നന്നായിട്ട് സാഫ് പുരട്ടി കൊടുക്കേണ്ടതാണ്. കാരണം മഴക്കാലമാണല്ലോ, അഴുകൽ ഏതുവഴിയാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തൊരു പ്രശ്നം, നമ്മുടെ ചെടിയിൽ അല്ലെങ്കിൽ പോട്ടിൽ ഏതെങ്കിലും ഒരു ഇല, നമ്മുടെ അഗ്ലോണിമയുടെ ഇല വാടിക്കിടക്കുകയോ കൊഴിഞ്ഞതോ അഴുകിയോ കിടക്കുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും അത് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ഏറ്റവും അപകടകാരിയായ ഒരു സംഭവമാണ് ഇതിൻ്റെ തന്നെ ഇല അഴുകി ആ പോട്ടി മിക്സിൽ അല്ലെങ്കിൽ പോട്ടിൽ വീണാൽ അതിൽ നിന്നും അഴുകൽ മെല്ലെ നമ്മുടെ ചെടിയിലേക്ക് വ്യാപിക്കും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണത്. ഇതിൻ്റെ ഇല ഒരു കാരണവശാലും അഴുകി പോട്ടി മിക്സിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. അടുത്തൊരു പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, നമ്മുടെ അഗ്ലോണിമ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ അകലം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്തത്ര സൂക്ഷ്മമായ ജീവികൾ, നമ്മുടെ ചെടിയെ ആക്രമിക്കുന്ന ജീവികൾ അന്തരീക്ഷത്തിൽ ഒരുപാടുണ്ട്. അത് നമ്മുടെ ചെടിയുടെ ഇലകളിൽ പറ്റിപ്പിടിച്ചിട്ട് മെല്ലെ ചേർന്നിരിക്കുന്ന എല്ലാ ചെടിയിലേക്കും വ്യാപിക്കും. അങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് കൃത്യമായ അകലം നമ്മുടെ അഗ്ലോണിമകൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തൊരു സംശയം ഒരാൾ ചോദിച്ചത്, അഡീനിയത്തിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞ് വല്ലാതെ സ്റ്റെമ്മ് മാത്രമായിട്ട് നിൽക്കുന്നു, അതൊരു രോഗാവസ്ഥയാണോ എന്നതാണ്. ഒരിക്കലുമല്ല. ഓരോ ചെടികൾക്കും അതിൻ്റേതായ ഓരോ കഴിവുകളുണ്ട്. അഡീനിയത്തിൻ്റെ ഒരു പ്രത്യേകത, കോഡെക്സിനകത്ത് നന്നായിട്ട് വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ ശേഷിയുള്ള ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ അതിന് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് മതി. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ചെടി അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു പൂ വരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലേക്ക്, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ ഇലകൾ താനെ കൊഴിക്കുന്നതാണ്. അതൊരു രോഗാവസ്ഥയല്ല, മറിച്ച് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മറ്റൊരു കാര്യം, അഡീനിയം നമ്മൾ പോളി ഹൗസിൽ തന്നെ വെച്ച് വളർത്തിക്കൊണ്ട് വരുന്ന ചെടിയാണെങ്കിൽ അത്ര പെട്ടെന്ന് ഇലകൾ കൊഴിഞ്ഞു പോവില്ല. കാരണം അത് ഓപ്പൺ സ്പേസിലേക്ക് നമ്മൾ മാറ്റുന്നില്ലല്ലോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചെടി പോളി ഹൗസിൽ മാത്രം വെച്ച് വളർത്തിക്കൊണ്ട് വന്ന ചെടിയാണ്. ഇതിനൊരല്പം പോലും ഇലകൾ കൊഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ ഓപ്പൺ സ്പേസിൽ തുടർച്ചയായിട്ട് ഇരുന്നിട്ട് വലിയ മഴക്കാലം വന്നപ്പോൾ മാത്രം നമ്മുടെ ഈ പോളി ഹൗസിലേക്ക് മാറ്റി വെച്ച ഒരു ചെടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതൊരു 7 വർഷമായ ചെടിയാണ്. കണ്ടോ, സ്റ്റെമ്മ് മാത്രമായിട്ട് നിൽക്കുന്നത്. ഇതൊരു രോഗാവസ്ഥയല്ല, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പാമ്പ് പടം പൊഴിക്കുന്ന പോലെ നമ്മുടെ ചെടി സ്വയം അതിൻ്റെ രക്ഷ കണ്ടെത്തുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തട്ടെ. താങ്ക് യു. ബൈ.